കഴിഞ്ഞ ഈ പറഞ്ഞോട്ട് 5 വർഷത്തെ കാലത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനം വളരെ മോശമായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടുപേർക്കും ഇപ്പോൾ ഒരു തുല്യ പങ്കാളിത്തമാണ് കാണുന്നത്. രണ്ടുപേർക്കും അതാണ് മെയിനായിട്ട് കാണുന്നത്. കാരണം കളമശ്ശേരി നിയോജകമുണ്ട് ഇതിനു മുമ്പ് കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് ആളുകൾക്കെല്ലാം UDF ഭരണ നേട്ടങ്ങളുള്ളതാണ് ഇവിടെ. കളമശ്ശേരിയിൽ രാജീവ് തുടരും. രാജീവ് ജയിക്കും. 100% ഉറപ്പ്. പക്ഷേ ഇത്തവണ UDF അധികാരം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ജയിക്കുന്നത് മറ്റേ പുള്ളിയായിരിക്കും നല്ലത്. ആര് ജയിച്ചാലും ഏത് പാർട്ടി ജയിച്ചാലും നല്ലത് ചെയ്യാം, അത്രേ ഉള്ളൂ. നിലവില് LDF ജയിക്കാനാണ് ചാൻസ്. പി രാജീവ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അതൊന്നും പറയാൻ പറ്റൂല. രണ്ടുപേരും നല്ല മത്സരത്തിലാണ്. ഫൈറ്റ് ഉണ്ട്, നല്ലൊരു മത്സരം നടക്കുന്നുണ്ട്. എന്നാലും അതിൽ നിന്ന് ഒരു ചെറിയൊരു മാർജിന് പി രാജീവ് ജയിക്കാൻ സാധിക്കും. രണ്ടുപേർക്കും ചാൻസ് ഉണ്ട്. പിന്നെ നല്ല ഫൈറ്റ് ആയിരിക്കും. നമ്മളെപ്പോഴും ഞങ്ങളെപ്പോഴും ജനങ്ങൾ തീരുമാനിക്കണം ആര് ജയിച്ചാൽ ഇവിടെ നല്ല ഭരണം എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കണം. ആർക്കാണ് ഇവിടെ ഒരു ജയസാധ്യത? നേഷൻ ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരി 2026. നമ്മളിപ്പോൾ ഉള്ളത് കളമശ്ശേരിയിലാണ്. ആർക്കാണ് ഇവിടെ ഒരു ജയസാധ്യത? ഫൈറ്റ് ആണോ അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ ജനവികാരമെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ, ഇവിടെ കളമശ്ശേരിയിലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അനുസരിച്ച് ആര് ജയിക്കുമെന്നാ തോന്നുന്നത്? ജനങ്ങൾ തീരുമാനിക്കണം, നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല. ഇല്ല, നമ്മളെപ്പോഴും ഞങ്ങളെപ്പോഴും ജനങ്ങൾ തീരുമാനിക്കണം ആര് ജയിച്ചാൽ ഇവിടെ നല്ല ഭരണം എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കണം. നമ്മൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല, ആരെയും പറയാൻ പറ്റില്ല. കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ആർക്കാണ് ഒരു ജയസാധ്യത? ആരൊന്നും ആഗ്രഹിക്കുന്നത്? എന്റെ ആഗ്രഹമല്ല, രാജീവ് ജയിക്കാനാണ് സാധ്യത. സാധ്യത കൂടുതൽ. കാരണം ഇതൊരു UDF മണ്ഡലമായിരുന്നു മുൻകാലങ്ങളിൽ. ഇപ്പോൾ കഴിഞ്ഞ വട്ടം ഇവിടെ UDF കൂടി തമ്മിൽ കളിച്ചാണ് രാജീവിനെ ജയിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ മന്ത്രിയായതിനു ശേഷം ഉള്ള പ്രവൃത്തികളൊക്കെ കൊണ്ടിട്ട് അദ്ദേഹം തന്നെ ജയിക്കാനാണ് സാധ്യത. കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കാൻ ആഗ്രഹിക്കുന്നത്? കളമശ്ശേരി നിയോജകമണ്ഡലത്തിൽ UDF സ്ഥാനം ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അബ്ദുൽ ഗഫൂർ. കാരണം കളമശ്ശേരി നിയോജകമുണ്ട് ഇതിനു മുമ്പ് കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് ആളുകൾക്കെല്ലാം UDF ഭരണ നേട്ടങ്ങളുള്ളതാണ് ഇവിടെ. കഴിഞ്ഞ 5 വർഷം സ്വാഭാവികമായിട്ടും ഒരു മാറ്റം വന്നു. പക്ഷെ ഇനി ഒരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീണ്ടും. ചേട്ടാ, നമ്മുടെ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാണ് ഇവിടെ ഒരു സാധ്യത കാണുന്നത്? നിലവില് LDF ജയിക്കാനാണ് ചാൻസ്. പി രാജീവ്. വികസനമുണ്ട്, ഗവൺമെന്റും കുഴപ്പമില്ലല്ലോ. അപ്പൊ ആ ഗവൺമെന്റ് വരാനാണ് ചാൻസ്. പി രാജീവ് ജയിക്കാനാണ് ചാൻസ്. പി രാജീവ്. ചേട്ടാ, നമ്മുടെ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ആർക്കാണ് ഒരു ജയസാധ്യത കാണുന്നത്? രണ്ടുപേർക്കും ചാൻസ് ഉണ്ട്. പിന്നെ നല്ല ഫൈറ്റ് ആയിരിക്കും. ചേട്ടാ, നമ്മുടെ ഈ കളമശ്ശേരി നിയോജക മണ്ഡലത്തില് ആര് ജയിക്കാനാണ് ഒരു സാധ്യത കാണുന്നത്? പി രാജീവ് സാധ്യത. പി രാജീവ്. എന്തുകൊണ്ടാണ് പി രാജീവ് എന്ന് പറയുന്നത്? പി രാജീവ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ മണ്ഡലത്തിലുള്ള പുള്ളി വീടും ഇവിടെ തന്നെയാണ്, കളമശ്ശേരി തന്നെയാണ്. മറ്റേന്ന് പറഞ്ഞാൽ എന്നാ ഒരു കഴിഞ്ഞ പ്രാവശ്യം തോറ്റ സ്ഥാനാർത്ഥി കൂടിയാണുള്ള ഇപ്പോൾ നിൽക്കണം. അതുകൊണ്ട് സാധ്യത കൂടുതൽ പി രാജീവാണ്. ചേട്ടാ, നമ്മുടെ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കാനാണ് ഒരു സാധ്യത കാണുന്നത്? രണ്ടുപേർക്കും ഇപ്പോൾ ഒരു തുല്യ പങ്കാളിത്തമാണ് കാണുന്നത്. രണ്ടുപേർക്കും അതാണ് മെയിനായിട്ട് കാണുന്നത്. രണ്ടുപേരും രാജീവ് സാറും ഉണ്ട്, മറ്റേ ഗഫൂർ സാറും ഉണ്ട്. ഒരേപോലെ ഏകദേശം സാധ്യതയുണ്ട് രണ്ടുപേർക്കും. നല്ലൊരു ഫൈറ്റ് ആയിരിക്കും ഇത്തവണത്തെ. നല്ല രീതിയിലുള്ളൊരു ഫൈറ്റ് കാണാൻ ചാൻസ് ഉണ്ട്. ചേട്ടാ, നമ്മുടെ ഈ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ആർക്കാണ് ഒരു ജയസാധ്യത? പി രാജീവിനാണ്. പി രാജീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവരുടെയാണ് കാണുന്നത് പ്രചരണത്തിന്റെ ഒരു ശക്തവും ആയിട്ടുള്ള. പിന്നെ കുഴപ്പമില്ല, അങ്ങനത്തെ ഭരണം കുഴപ്പമില്ല കളമശ്ശേരിക്ക്. പിന്നെ ഇവിടെ ഫുള്ള് ഒരു LDF കുത്തകയാന്ന് തോന്നുന്നു. കളമശ്ശേരി അപ്പൊ LDF കോട്ടയാണെന്ന് തോന്നുന്നു. പി രാജീവ് ആയിരിക്കും ജയിക്കാം. ചേട്ടാ, നമ്മുടെ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഇപ്പൊ ഇവിടെ ഒരു ജയസാധ്യത കാണുന്ന ആർക്കാണ്? രാജീവിനായിരിക്കും. എന്തുകൊണ്ടാണ് പി രാജീവൻ എന്ന് പറയുന്നത്? പുള്ളിനെ അറിഞ്ഞിട്ടുള്ള അങ്ങനെയാണ് ജയസാധ്യത ഉണ്ടാകും. ജയസാധ്യത കാണുന്നു. ചേട്ടാ, നമ്മുടെ കളമശ്ശേരി നിയോജക മണ്ഡലത്തില് ഒരു ആരായിരിക്കും ജയിക്കുന്നത്? ജയസാധ്യത ആർക്കാണ്? കളമശ്ശേരിയിൽ രാജീവ് തുടരും. രാജീവ് ജയിക്കും. 100% ഉറപ്പ്. രാജീവ് നല്ല വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. MLA ആയിട്ടും മന്ത്രിയായിട്ടും. കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ആര് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? ആര് ജയിക്കണമെന്നാണ്? UDF വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അബ്ദുൽ ഗഫൂർ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതെ. എന്താ UDF വരണമെന്ന് ആഗ്രഹിക്കുന്നത്? ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്.
കളമശ്ശേരി മാറണമെങ്കിൽ കോൺഗ്രസ് വരണം. കോൺഗ്രസ് വരണം. ചേട്ടാ, നമ്മുടെ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ആരായിരിക്കും ജയിക്കും? സാധ്യത ആർക്കാണ്? കളമശ്ശേരി നിയോജകമണ്ഡലത്തിലെ ഇതുവരെയുള്ള ഒരു പഠനമനുസരിച്ച് പി രാജീവിനാണ് സാധ്യത. ഈ രാജീവാണ്. സാധ്യത ഫൈറ്റ് ഒക്കെ ഉണ്ടാവുമെന്ന് ഫൈറ്റ് ഉണ്ട്, നല്ലൊരു മത്സരം നടക്കുന്നുണ്ട്. എന്നാലും അതിൽ നിന്ന് ഒരു ചെറിയൊരു മാർജിന് പി രാജീവ് ജയിക്കാൻ സാധ്യത. ഈ അബ്ദുൽ ഗഫൂറുമായിട്ടാണോ? അത് ഗഫൂറുമായിട്ടാണ് ഗഫൂറുമായിട്ട് നല്ലൊരു ഫൈറ്റ് മത്സരം നടക്കുന്നുണ്ട്. ചേട്ടാ, ഈ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത്? ആർക്കാണ് ഒരു സാധ്യത? സാധ്യത കൂടുതൽ രാജീവിന് തന്നെയായിരിക്കും. രാജീവിനായിരിക്കും. പക്ഷെ ഇത്തവണ UDF-ലേക്ക് അധികാരം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ജയിക്കുന്നത് മറ്റേ പുള്ളിയായിരിക്കും നല്ലത്. അബ്ദുൽ ഗഫൂർ ആയിരിക്കും അപ്പൊ ജയിക്കുന്നതായിരിക്കും മിക്കവാറും സാധ്യത ആയിരിക്കും. ഒരു UDF തേരോട്ടം കാണുന്നുണ്ട്. അതെ. ചേട്ടാ, നമ്മുടെ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത്? ഒരു ജയസാധ്യത ആർക്കാണ്? ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അതൊന്നും പറയാൻ പറ്റൂല. രണ്ടുപേരും നല്ല മത്സരത്തിലാണ്. ഇപ്പോ ഈ അബ്ദുൽ ഗഫൂറും പി രാജീവും തമ്മിലാണോ ഈ ഫൈറ്റ്? നല്ല കടുത്ത മത്സരത്തിലാണ്. കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ആർക്കാണ് ഒരു ജയസാധ്യത കാണുന്നത്? അപ്പൊ ആര് ജയിച്ചാലും ഏത് പാർട്ടി ജയിച്ചാലും നല്ലത് ചെയ്യാം, അത്രേ ഉള്ളൂ. ആര് ഇപ്പൊ ജയിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവരെ കാണൂല. പക്ഷെ നല്ലത് ചെയ്താൽ നല്ലത്, അങ്ങനെയുള്ളവരാരും ജയിക്കട്ടെ, അത്രേ ഉള്ളൂ. ചേട്ടാ, നമ്മുടെ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ആർക്കാണ് ഒരു ജയസാധ്യത കാണുന്നത്? രാജീവ്, പി രാജീവിനാണ്, സഖാവിനാണ് ജയിക്കാൻ സാധ്യത ഉള്ളത്. സാധ്യത ഉള്ളത് പി രാജീവ്. അതെ. ഫൈറ്റ് ഉണ്ടാവും ഇവിടെ? അങ്ങനെ ചോദിച്ചാല് ജനവിരുദ്ധം ഉണ്ടെന്നുള്ള വികാരം ഉണ്ട്. ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ വോട്ടുകളുടെ എണ്ണം കുറയാം. പക്ഷെ സഖാവാണ് ജയിക്കാൻ സാധ്യത കൂടുതലാണ്. ചേട്ടാ, നമ്മുടെ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത്? സംശയമില്ല, തീർച്ചയായിട്ടും പി രാജീവ് തന്നെ ജയിക്കും. പി രാജീവ് തന്നെ ജയിക്കും. ഫൈറ്റ് ഒന്നും ഇല്ല, ഫൈറ്റൊന്നുമില്ല ഇവിടെ. ഇല്ല. ചേട്ടാ, നമ്മുടെ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ആർക്കാണ് ഒരു ജയസാധ്യത കാണുന്നത്? UDF ജയിക്കും. അബ്ദുൽ ഗഫൂറാണോ? പക്കയാണ്. ഫൈറ്റ് ഒന്നും ഇല്ല. മത്സരമുണ്ട്, ടൈറ്റ് മത്സരമാണ്. ടൈറ്റ് മത്സരം ഉണ്ടാവും. പക്ഷെ ജയം UDF-നുണ്ടാവും. ജയം UDF-നായിരിക്കും. കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ആർക്കാണ് ഒരു ജയസാധ്യത കാണുന്നത്? പി രാജീവ്. പി രാജീവ് ഉറപ്പാണ്. ഫൈറ്റ് ഇല്ല. ചെറിയൊരു മത്സരം വരും. അതിപ്പോ എന്നാലും രാജീവാണ്. മത്സരം ഉണ്ടാവും. രാജീവാണ്. ചേട്ടാ, നമ്മുടെ കളമശ്ശേരി നിയോജക മണ്ഡലത്തില് ആരായിരിക്കും ആര് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? UDF ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു ഭരണമാറ്റം ആവശ്യപ്പെടും. ഭരണമാറ്റം ആവശ്യമുണ്ട്. അപ്പൊ അബ്ദുൽ ഗഫൂർ ആയിരിക്കും ജയിക്കുന്നത്. ഫൈറ്റ് ഒന്നും ഉണ്ടാവത്തില്ലേ? ഫൈറ്റ് ഉണ്ടാവും. ഫൈറ്റ് നല്ല ഫൈറ്റാണ്. നല്ല മത്സരമാണ്. നല്ല മത്സരമാണ്. പക്ഷെ ജയിക്കേണ്ടത് UDF ആണ്. ജയിക്കേണ്ടത് UDF ആണ്. കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കാൻ ആഗ്രഹിക്കുന്നത്? കളമശ്ശേരി മണ്ഡലത്തിൽ നമുക്ക് UDF സ്ഥാനാർത്ഥി ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ അബ്ദുൽ ഗഫൂർ ആയിരിക്കും. അബ്ദുൽ ഗഫൂർ തന്നെയായിരിക്കും ജയിക്കുക. ഫൈറ്റ് അങ്ങനെ ഉണ്ടാവും. ടൈറ്റ് മത്സരം അങ്ങനെ ഫൈറ്റ് വരാൻ ചാൻസ് ഇല്ല. കഴിഞ്ഞ ഈ പറഞ്ഞോട്ട് 5 വർഷത്തെ കാലത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനം വളരെ മോശമായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കൂടുതൽ എഫക്റ്റോടുകൂടി UDF സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. നമ്മുടെ ഈ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ആര് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? എനിക്ക് അങ്ങനെ ഉള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. ആര് ജയിച്ചാലും പ്രശ്നമില്ല. എനിക്ക് രാഷ്ട്രീയത്തെ പറ്റി കൂടുതൽ അറിയില്ല, അതുകൊണ്ടാണ്. നമ്മുടെ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കാനാണ് സാധ്യത കാണുന്നത്? പി രാജീവ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ വികസനങ്ങളെല്ലാം പി രാജീവിന്റെ പല ഇതിനും പി രാജീവ് മതി. ഓക്കെ. നമ്മുടെ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കാനാണ് സാധ്യത? രാജീവ്. രാജീവ് പറഞ്ഞാണോ ആഗ്രഹിക്കുന്നത്? എന്താ രാജീവിന്റെ പേര് പറയുന്നത്? രാജീവ് നല്ല മന്ത്രിയാണ്, നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് രാജീവ്. കളമശ്ശേരിയിലെ ജനങ്ങളുടെ റെസ്പോൺസ് ആണ് നമ്മളിവിടെ അറിഞ്ഞത്. ഒരു ടൈറ്റ് മത്സരമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ജനവിധി 2026 മറ്റൊരു മണ്ഡലവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്യാമറാമാൻ അനൂപിനൊപ്പം ആതിര സൈനിങ് ഓഫ്.